കേരളത്തിൽ ശരീഅത്ത് പ്രസവം വ്യാപകമാകുന്നു. ശരീഅത്ത് അനുസരിച്ച് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അവാർഡുമായി സംഘടന. അക്വിഷ് എന്ന പേരിലുള്ള സംഘടനയാണ് അവാർഡ് നൽകിയത്. വീട്ടിൽ പ്രസവിക്കുന്നവർ ധീരവനിതകൾ എന്ന പ്രഖ്യാപനം. വീട്ടിൽ പ്രസവിച്ച കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവരുടെ സംഗമവും നടത്തി. അതേസമയം സംഭവത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വിമർശനം ശക്തമാവുകയാണ്. ശരീഅത്തനുസരിച്ച് വീട്ടിൽ പ്രസവിച്ച മുസ്ലിം സ്ത്രീകൾക്ക് അക്വിഷ് എന്ന സംഘടന അവാർഡ് വിതരണം നടത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ ധീരരായ വനിതകളാണെന്നും മറ്റുള്ള സ്ത്രീകളും ഈ രീതി പിന്തുടരണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അക്വിഷ് സംഘടനയിലെ വനിതാ നേതാവിന്റെ പ്രസംഗം. ബോഡി നമ്പർ കമ്മിറ്റി മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയപ്പോ ഇത് പ്രകൃതിയാ നടക്കേണ്ട ആ ഒരു പ്രസവം എന്ന പ്രക്രിയയെ, പക്ഷേ ഇന്ന് നമുക്കറിയാലേ ഹോസ്പിറ്റലുകളിലും അല്ലാതെയൊക്കെ ഇതിന് വല്ലാണ്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രസവം എന്നുള്ളത്. അപ്പൊ ശരിക്കും ഇവരിന്ന് ധീര വനിതകൾ തന്നെയല്ലേ? ഈ സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയാകാനുള്ളവർ തന്നെയാണ്. മുഖം കറുത്ത തുണി കൊണ്ട് മറച്ച് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് അവാർഡ് വാങ്ങാൻ സ്ത്രീകൾ വേദിയിലെത്തിയത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമതാണെന്ന് കൊട്ടിഘോഷിക്കുന്ന 100% സാക്ഷരതയുള്ള കേരളത്തിലാണ് വീട്ടിലെ പ്രസവത്തിന് അവാർഡ് വിതരണം നടത്തുന്നത്. വനിതാ മതിൽ പണിത് നവോത്ഥാനം തീർക്കാൻ ശ്രമിച്ച ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം, താലിബാൻ ഭരിക്കുന്ന കേരളമോ? ഇങ്ങനെ തുടങ്ങുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ. പതിറ്റാണ്ടുകൾ പുറകിലോട്ട് കേരളത്തെ കൊണ്ടുപോകുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ആരോഗ്യ മേഖലയിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ ഉയരുന്നില്ല എന്ന വിമർശനവുമുണ്ട്. മതനിയമങ്ങളെ കൂട്ടുപിടിച്ച് ചിലർ മുന്നോട്ട് വെക്കുന്ന ഇത്തരം പ്രാകൃത ആശയത്തിലേക്ക് ആകൃഷ്ടരാവുന്നവരുടെ കൂട്ടത്തിൽ എഞ്ചിനീയറും അധ്യാപകരും തുടങ്ങി വിദ്യാസമ്പന്നരാണ് ഉള്ളതെന്നതാണ് വസ്തുത. മതനിയമത്തിനു മുന്നിൽ വിദ്യാഭ്യാസത്തിന്റെ തട്ട് താഴ്ന്നു നിൽക്കുന്നുവെന്ന് വാസ്തവം. ജനം, കോഴിക്കോട്.